പിടിച്ച് നിൽക്ക്. ഞാൻ വിളിക്കാം. ദിവാകരേട്ടനാ എന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ദിവസം വന്നത്. ആള് വലിയ ഗൗരവക്കാരനാ. അങ്ങനെ ഇങ്ങനൊന്നും ഒരിടത്തും പോവില്ല. ഇന്ന് പിന്നെ ഞാൻ കാല് പിടിച്ചിട്ടാ അഞ്ജലി ഒന്ന് കാണാൻ വന്നത്. ചെന്ന് വിളിക്ക്. വിളിക്കാതെയൊന്നും അകത്തേക്ക് കേറില്ല. ഭയങ്കര അഭിമാനിയാ. ചെല്ലേ. ചേട്ടാ അകത്തേക്കിരിക്കാം. അഞ്ജലി അല്ലേ? വിനോദിനി പറഞ്ഞു. അല്പം തിരക്കുള്ള ആളാ ഞാൻ. നന്ദനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതൊക്കെ ഇവിടെ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞ. അകത്തേക്ക് കയറി ഇരിക്കാം. ഇരിക്കാം, പറയട്ടെ. നന്ദന് വേണ്ടി 1-2 ആലോചനകൾ കൊണ്ടാ ഞാൻ വന്നത്. എല്ലാം നല്ല മുന്തിയ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ. ഏത് ഇനി ഇത് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. അഞ്ജലിയെ എനിക്കിഷ്ടപ്പെട്ടു. നന്ദന് നന്നായിട്ട് ചേരും. ഹാവൂ, അഞ്ജലിയുടെ ഭാഗ്യ. പെട്ടെന്നൊന്നും ദിവാകരേട്ടൻ ആരെയും കണ്ണി പിടിക്കത്തില്ല. ഇനി അകത്തേക്കൊന്ന് കേറാലോ അല്ലേ? ആ ശരി. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോന്ന് പറഞ്ഞ ആളാ. രക്ഷപ്പെട്ടു. വിനോദിനി. ഓ വാ. യൂണിയൻ പ്രവർത്തനമായിട്ട് എപ്പോഴും തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല. യൂണിയന്റെ ഭാരവാഹിയാണോ? അതെ. അല്ല, ഭാരവാഹി അല്ലെങ്കിലും അതുപോലൊക്കെ തന്നെയാ. സ്ഥാനമാനങ്ങളൊന്നും ദിവാകരേട്ടന് ഒട്ടും ഇഷ്ടമില്ല അല്ലേ? അതെ. പക്ഷെ എന്ത് കാര്യത്തിന് ഞാൻ വേണം വകുപ്പ് മന്ത്രിക്ക്? ആഴ്ചയിൽ ഒരിക്കൽ എന്നെ കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. തിരുവനന്തപുരത്ത് ചെന്ന മന്ത്രിമാരുടെ കൂടെയാ ഊണും ഉറക്കവും എല്ലാം. കാലത്തൊരു മന്ത്രിയുടെ കൂടെ ആണെങ്കിൽ രാത്രി വേറൊരു മന്ത്രിയുടെ കൂടെ ആയിരിക്കും. അല്ല, ആങ്ങളെ ചെറുക്കനൂടെ ഇല്ലേ? ഞാനിത്തിരി ജോലിയിലായിരുന്നു. കല്യാണൊക്കെ അടുത്തില്ലേ? ഓ ശരിയാ. 100 കൂട്ടം പണികളുണ്ടാവും. പറമ്പില് നല്ല തെങ്ങുകളൊക്കെ ഉണ്ടല്ലേ? ചെത്താൻ കൊടുത്തിട്ടുണ്ട്. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. कैसे पा सकते हैं आप ज्यादा खूबसूरत और मुलायम बाल, साथ ही ऐसा कलर जो लंबे समय तक चमके रहे? नया कलस्टॉन का कलर फॉर्मूला बादाम के गुणों से भरा बालों की सुरक्षा करें, क्योंकि इसके खास मॉइस्चराइजर्स बालों पर कलर प्रोटेक्टिंग लेयर बनाए ताकि आपके बाल रहे रेशमी मुलायम और आपका कलर खूब जम के रहे. Colestone, the perfect balance between color and care. By Wella. Reliance Mobile, India's #1 network. Reliance Anil Dhirubhai Ambani Group. ജോയ് ആലുക്കാസ് അവതരിപ്പിക്കുന്നു NRI ഫാമിലി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പ്രപഞ്ചത്തിലെ സൗന്ദര്യം മുഴുവനും ഒന്നിക്കുന്ന ആധുനിക പരമ്പരാഗത വസ്ത്രങ്ങളുടെ ആരും കൊതിക്കുന്ന ശേഖരവുമായി ജോയ് ആലുക്കാസ് NRI ഫാമിലി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ജോയ് ആലുക്കാസ് വെഡിംഗ് സെന്റർ, കൊച്ചിൻ, കൊല്ലം, തിരുവല്ല, അങ്കമാലി. വാഴയിലെല്ലാം കീറിയതാ, മതിയാവോന്ന് തോന്നുന്നില്ല. വന്നവരൊക്കെ പന്തിന്ന് എഴുന്നേറ്റ് പോകുക. ഉടനെ SAS പേപ്പർ വാഴയില വാങ്ങിക്കൊണ്ട് വരൂ. SAS പേപ്പറില്ല, കീറില്ല, ജീർണിക്കില്ല, ചുരുങ്ങില്ല. SAS പേപ്പർ വാഴയിലയിൽ സദ്യ അടിപൊളി. SAS പേപ്പറില്ല, പന്തിക്കും പാഴ്സലിനും പറ്റിയ ഇല. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. പറമ്പില് നല്ല തെങ്ങുകളൊക്കെ ഉണ്ടല്ലേ? ചെത്താൻ കൊടുത്തിട്ടുണ്ട്. ഇല്ല. എന്താ ചോദിച്ചത്? വെറുതെ ചോദിച്ചതാ. ആദ്യത്തെ എന്ത് ചെയ്യുന്നു? അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. 1-2 ബിസിനസ് പരിപാടികളുണ്ട്. ഓ, അത് വളരെ മോശമാണല്ലോ. ഈ ചെറുപ്പം ഇങ്ങനെ പാഴാക്കി കളയരുത്. ഈ പ്രായത്തിലേ നമുക്ക് അധ്വാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആയാലല്ലേ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റൂ. സൂഹിക്കേണ്ട ഒരു പ്രായമുണ്ട്. അതിനു വേണ്ടിയാണല്ലോ സമ്പാദ്യം, അല്ലേ? ദിവാകരേട്ടൻ എപ്പോഴും ഇങ്ങനെയാ, വലിയ വലിയ കാര്യങ്ങളെ പറയൂ. എനിക്കൊന്നും മനസ്സിലാവുക കൂടിയില്ല. മോളെ ചായ എടുക്ക. നീ എന്തെങ്കിലും നിന്നിളഞ്ഞേ?
ചായയൊന്നും വേണ്ട, ഇവിടെ വന്ന് എല്ലാരെയും ഒന്ന് കണ്ടുപോവാന്ന് വിചാരിച്ചു. ഏയ് അത് പറ്റില്ല. ഇവിടെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോവരുത്. അതെ മോളെ, നീ വേഗം പോയി ചായ എടുക്ക്. വേണ്ട, സമയമില്ലാഞ്ഞിട്ട. ചായയൊക്കെ പിന്നീട് ഒരിക്കലാവാം. എനിക്ക് പോയിട്ട് ഒരുപാട് തിരക്കുള്ളതാ. വിനോദിനി വാ, നമുക്കിറങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്. പറ്റില്ല, പോണോന്നേ. വേണ്ടാഞ്ഞിട്ടാ പറഞ്ഞേ. വിനോദിനി വാ, നമുക്ക് പോവാം. സാരമില്ല, മോള് ചായ എടുക്ക്. കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓ, ഇങ്ങനെയുണ്ടോ ഒരു തിരക്ക്? അഞ്ജലി വേഗട്ടോ മോളെ, അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. ചേട്ടാ ഒരു മിനിറ്റ്. അതെ, ചായ വേണ്ടാന്ന് പറഞ്ഞ് ഇത്രയും കൊണ്ട് ബലം പിടിക്കുന്ന എന്തിനാ? ഓ, നിങ്ങളുടെ ഒരു കാര്യം. നീയല്ലേ പറഞ്ഞത് ബലം പിടിച്ച് നിന്നോണെ ഗൗരവം വിടരുതെന്നൊക്കെ. എന്നിട്ടിപ്പോ ഇനിയെങ്കിലും എനിക്കൊന്ന് ശ്വാസം വിടാമോ? ഓ, നന്ദേട്ടൻ എങ്ങോട്ടാ? വെറുതെ ഇറങ്ങിയതാ. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കുറച്ചു ദൂരം നടക്കാന്ന് കരുതി. മായ എവിടെ പോരുന്നു? അച്ഛൻ പറഞ്ഞിട്ട് ഒരാളുടെ വീട് വരെ പോയതാ. അച്ഛനിപ്പോ ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങി. ബ്ലേഡ് അല്ലേ? ഞാൻ അറിഞ്ഞു. ശ്രീധരേട്ടന്റെ സ്വഭാവത്തിന് പറ്റിയ ജോലിയില്ലെന്നും അറിഞ്ഞപ്പോ തോന്നി. ശരിയാ, അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങി. വാങ്ങിച്ചവരാരും ഇപ്പൊ തിരിച്ചു തരാൻ കൂട്ടാക്കുന്നില്ല. ഒരാളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ, അവിടെ നിന്നും കിട്ടിയില്ല. സുഖല്ലേ? സുഖം. അങ്ങനല്ലേ പറയാൻ പാടുള്ളൂ, അല്ലേ? അതെ, സ്വന്തം സുഖവും സമാധാനവും കണ്ടെത്താൻ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവര് അത് കണ്ടെത്തിയേ മതിയാവും. നന്ദേട്ടന് എന്നോടുള്ള ദേഷ്യം ഇനിയും മാറിയില്ല, അല്ലേ? എനിക്ക് എന്നോട് മാത്രമേ വെറുപ്പുള്ളൂ. അതാരോടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് നന്ദേട്ടനോട് നന്ദിയുണ്ട്. നിശ്ചയിച്ച കല്യാണത്തിൽ ഉറച്ചു നിന്നതിന്. എന്റെ തീരുമാനത്തിന് ഇതുവരെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ വാക്കിനും പ്രവൃത്തിക്കും ഒരർത്ഥം മാത്രമേ ഉണ്ടാവൂ. അതേ പഠിച്ചിട്ടുള്ളൂ. തീരുമാനങ്ങളും മോഹങ്ങളും ഒക്കെ ചിലപ്പോ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അത് നല്ലതിനു വേണ്ടിയാണെന്ന് സമാധാനിക്കണം. ശരിയാ, വന്നു കയറുന്ന ദുരന്തങ്ങളെല്ലാം നല്ലതിനു വേണ്ടി തന്നെയാണെന്ന് കരുതിയെ സ്വീകരിക്കണേ. പക്ഷേ ആയുസ് ഒടുങ്ങും വരെ വരാൻ പോകുന്ന നല്ലതിനു വേണ്ടി സഹിക്കാനാ യോഗം. സാരല്ല, സഹിച്ച് സഹിച്ച് ഇതൊരു ശീലമായിരിക്കാം. അഞ്ജലിയെ കാണാറുണ്ടോ? കാണാൻ ശ്രമിക്കാറില്ല. ജീവിതത്തിലേക്ക് വന്നു കയറാൻ പോകുന്ന ആളല്ലേ. എപ്പോഴും കണ്ടുകണ്ട് സ്വന്തമാണെന്ന് കരുതുമ്പോഴേക്കും ആ കുട്ടിക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയല്ലോ. നന്ദേട്ടാ, ഞാൻ അതൊക്കെ പോട്ടെ. എന്റെ കല്യാണത്തിന് വരില്ലേ? ഞാൻ വീട്ടിൽ ഒന്ന് ക്ഷണിക്കുന്നുണ്ട്. വരണമെന്നുണ്ട്. പക്ഷേ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോവാണല്ലോ ഞാൻ. എല്ലാം കഴിഞ്ഞ് ജീവൻ ബാക്കിയായ എന്തായാലും ഞാൻ വരും. വരണം. മായ അതിന് സാക്ഷിയാവണം. അതെന്റെ വലിയൊരു മോഹമാണ്.